എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്റ്റാൻലി അവധക്കുട്ടിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന എല്ലാ കാര്യത്തെപ്പറ്റിയും ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അലീനയെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് സ്റ്റാൻലി. നീ ഇതുവരെ അവളെപ്പറ്റി ആരോടൊക്കെ പറഞ്ഞെന്നാണ് അവധക്കുട്ടി ചോദിക്കുന്നത്. മറുപടിയെ സ്റ്റാൻലി, ഞാൻ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇത് കേട്ട പാടെ സ്റ്റാൻലിയുടെ പപ്പ അവധക്കുട്ടി സ്റ്റാൻലിയോടെ ചോദിക്കുന്നു, നീ അപ്പോൾ അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞിട്ടില്ലേ? അവരോട് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരതിലും വലിയ കഥകൾ ഇറക്കി ഇവിടെ മുഴുവൻ അടിച്ചിറക്കും. എന്തൊക്കെയായാലും നീ ഇപ്പോൾ അവരോട് പറഞ്ഞതിരിക്കട്ടെ. ഇനിമേല എന്നെപ്പറ്റി ആരോടും പറഞ്ഞ് പബ്ലിസിറ്റി ആക്കാൻ നിൽക്കേണ്ടെന്നാണ് അവധക്കുട്ടി പറയുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെട്ട് അങ്ങോട്ടേക്ക് വരിക. ഇന്ന് തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നാൽ ഇത് കേൾക്കുന്ന സ്റ്റാൻലി അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ പറഞ്ഞു വിടാനാണോ? മറുപടി അവധക്കുട്ടി, അതെന്താ, അവളോട് പോകാൻ പറഞ്ഞാൽ അവൾ പോകത്തില്ലേ? അവളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നെയും ഇവിടുത്തെ അന്തരീക്ഷമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു വിടാനായിരുന്നെങ്കിൽ അവളെ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നല്ലോ എന്നാണ് സ്റ്റാൻലി അപ്പച്ചനോടായി ചോദിക്കുന്നത്. 23 വർഷത്തോളം അവളൊരു അനാഥാലയത്തിലല്ലായിരുന്നോ? എന്നാൽ ഇത് കേൾക്കുന്ന അവധക്കുട്ടി, അതൊന്നും സത്യമാണോ കള്ളമാണോ എന്ന് പോലും നമുക്കറിയത്തില്ലല്ലോ. ഞാനാകെ നിന്റെ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഇത്രയും കാലത്തിനുള്ളിൽ എതിര് നിന്നിട്ടുള്ളൂ. പണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തിയുമായുള്ള വിവാഹം, അതേപോലെ തന്നെ ഇപ്പോൾ അവളുടെ മകളാണെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കാര്യത്തിലും ഞാൻ എതിര് നിൽക്കത്തേ ഉള്ളൂ. എന്തൊക്കെയായാലും നീ ഫോൺ വെച്ചോ, ഞാൻ ഇപ്പം തന്നെ പുറപ്പെട്ട് അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. ഇതേസമയം വൈജയന്തി ആകട്ടെ ബാലചന്ദ്രനുമായി സംസാരിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അമ്മ, ഇത് എന്തിനുള്ള പുറപ്പാടാ? അച്ഛനുമായിട്ട് വീണ്ടും വഴക്കിനാണോ എന്നാണ് കൃഷ്ണ ചോദിക്കുന്നത്. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് വലയിടത്തുനിന്നും കയറി വന്നൊരുത്തിക്ക് എന്തിനെഴുതി കൊടുത്തെന്ന് എനിക്കറിയണമെന്ന് തന്നെ വൈജ പറയുന്നു. 10-16 ലക്ഷം രൂപയുടെ സ്വത്തും കാര്യങ്ങളും എഴുതി കൊടുക്കാൻ മാത്രം അലീന എന്ത് പുണ്യപ്രവൃത്തിയാണ് ഈ വീട്ടിലേക്ക് ചെയ്തത്? അലീനയ്ക്ക് എന്തിനാ ഇതൊക്കെ വാരിക്കോരി കൊടുത്തതെന്ന് ചോദിക്കാൻ തന്നെ നിൽക്കുകയാണെന്നാണ് വൈജ അവരോടായി അറിയിക്കുന്നത്. അങ്ങനെ ബാലൻ സ്റ്റെയർ ഇറങ്ങി വന്ന പാടെ വൈജ ചോദിക്കുന്നുണ്ട്, എങ്ങാണ്ടെന്ന് കയറി വന്നവർക്ക് വേണ്ടി ഇത്രയും പൈസയും മറ്റും നിങ്ങൾ കൊടുത്തോ? ജ്വല്ലറിന്ന് 12.5 പവനും 17,000 രൂപയുടെ സ്വർണവും 50,000 രൂപ ഡ്രാഫ്റ്റും താൻ കൊടുത്തെന്ന് തന്നെ ബാലേന്ദ്രൻ സമ്മതിക്കുന്നു. ഒരു കാലത്തും ഇതൊന്നും ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോന്നാണ് വൈജയുടെ അടുത്ത ചോദ്യം. മറുപടിയെ ബാലചന്ദ്രൻ, നീ അറിഞ്ഞെങ്കിൽ എന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്, വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അറിഞ്ഞോ? അതൊന്നും തന്നെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അലീന ഈ കുടുംബത്തിലേക്കായി ചെയ്ത സേവനങ്ങൾക്ക് ഞാനീ കൊടുത്തൊന്നും തന്നെ മതിയാകത്തില്ല. പോരാത്തതിന് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയല്ലേ. ഇനി അഥവാ എനിക്കൊന്നും തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കേട് തീർത്ത് നീ കൊടുത്തേക്കണം. കുറഞ്ഞത് ഒരു 30 ലക്ഷം രൂപയെങ്കിലും അലീനയ്ക്ക് കൊടുക്കാനായിട്ട് അവൾ അർഹയാണ്. എന്നാൽ ഇരി കേൾക്കുന്ന വൈജയന്തി, ഇപ്പം തന്നെ കൊടുത്തേക്കാം, നയാ പൈസ ഞാൻ അവൾക്ക് കൊടുക്കത്തില്ലെന്നാണ് ബാലിനോടെ പറയുന്നത്. നിന്റെ സ്വഭാവം പണ്ടേ അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകുന്നു. ഇതേസമയം സ്റ്റാൻലി അലീനയോടെ സംസാരിക്കാൻ അവളുടെ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോറിൽ നോക്ക് ചെയ്ത് സ്റ്റാൻലി വെയിറ്റ് ചെയ്യുന്നു. നീ റൂമിൽ ബോറടിച്ച് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നോ എന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. മറുപടി അലീന, ഞാൻ പാട്ട് കേൾക്കുകയായിരുന്നു എന്ന് പറയുന്നു. അലീനയുമായി സംസാരിച്ച ശേഷം സ്റ്റാൻലി അലീനയ്ക്ക് അന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കാനായി കൊടുക്കുന്നു. അല്പം ഒന്ന് മടിച്ച ശേഷം അലീന അത് വാങ്ങിക്കുന്നുണ്ട്. എന്താ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലേ എന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. മറുപടി അലീന, ഞാൻ പഠിച്ചതൊക്കെ മലയാള മീഡിയത്തിലാണ്, വായിക്കാനറിയാം. എന്നിരുന്നാലും ഇത് കേൾക്കുന്ന സ്റ്റാൻലി, എല്ലാ ദിവസവും വായിച്ച് ശീലിച്ചാൽ മതി, എന്നെ പയ്യെ അത് ശീലമായിക്കോളുമെന്ന് പറയുന്നു. അന്ന് വേണുവിനോട് വന്ന സമയത്ത് നീ വാതോരാതെ അയാളെ അച്ഛാന്ന് വിളിക്കുന്ന ഞാൻ കേട്ടല്ലോ. നീ ഒരു തവണ പോലും എന്തുകൊണ്ടാ എന്നെ പപ്പയെന്ന് വിളിക്കാത്തതെന്നാണ് സ്റ്റാൻലി പിന്നീട് ചോദിക്കുന്നത്. മറുപടി അലീന, അന്ന് അച്ഛൻ എന്നെ എങ്ങനെയാ വിളിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടാവത്തില്ലേ. സ്നേഹത്തിന്റെ തേൻ മൂടിയാണ് അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കുന്നത്. ഒരിക്കൽ പോലും എന്നെ അങ്ങനൊന്നും വിളിച്ചിട്ടില്ലല്ലോ എന്ന് സ്റ്റാൻലിയോട് പരാതി പറയുന്നു. അത് ചിലപ്പോൾ നമ്മൾ തമ്മിൽ വേണ്ടത്ര അടുപ്പമില്ലാത്തതുകൊണ്ടായിരിക്കാം. കാലക്രമേണ അതെല്ലാം ഉണ്ടായിക്കോളൂ എന്ന് സ്റ്റാൻലി പറയുന്നു. അതിനുശേഷം സ്റ്റാൻലി അലീനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ബൈജുവിനോട് പറഞ്ഞിരുന്നാൽ മതി, അയാൾ നല്ലൊരു കുക്ക, നിനക്ക് വേണ്ടുന്നതെല്ലാം തന്നെ അയാൾ ഉണ്ടാക്കി തരും. മറുപടി അലീന, എനിക്ക് രാവിലെ 2 ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും മതി. ഉച്ചയ്ക്കാകട്ടെ ഒരു പിടി ചോറ്, രാത്രി കഞ്ഞിയോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ ഇത് കേൾക്കുന്ന സ്റ്റാൻലി വിഷമത്തോടെ, അതെന്താ, നീ അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ലേ? മറുപടി അലീന, കഴിക്കും, പക്ഷേ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം സ്റ്റാൻലി മറ്റൊന്നാണ് അലീനയോടെ ചോദിക്കുന്നത്, നീ മുമ്പ് ഓർഫനേജിലായിരുന്നു എന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞോ? ബൈജുവിനോട് ചോദിച്ചവൻ മാത്രമാണ് ഞാൻ അക്കാര്യമൊക്കെ പറഞ്ഞതെന്ന് അലീന സ്റ്റാൻലിയോട്. ബാലേന്ദ്രന്റെ വീട്ടില് വേലക്കാരിയായിട്ട് ജോലി ചെയ്തൊന്നും കൂടി നീ അവരോട് പറഞ്ഞോന്നാണ് സ്റ്റാൻലി ഇപ്പോൾ ചോദിക്കുന്നത്. മറുപടി അലീന, അതൊക്കെ സത്യമുള്ള കാര്യങ്ങളല്ലേ. പിന്നൊരു കാലത്ത് അവരിതൊക്കെ അറിയുമ്പോഴത്തേന് എനിക്ക് നാണക്കേടാവണ്ട. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നവൾ അലീനയെന്ന് അവർ മനസ്സിലാക്കിക്കോട്ടെ എന്നോർത്ത് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് സ്റ്റാൻലിയോടെ പറയുന്നു. അല്പനേരം കൂടി അലീനയുമായി സംസാരിച്ച ശേഷം അലീനയ്ക്ക് ക്ഷയിക്കാൻ കൊടുത്ത് സ്റ്റാൻലി അവിടെ നിന്ന് മടങ്ങുന്നു. ഇതേസമയം അവധക്കുട്ടി സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അയാൾ വന്ന പാടെ പൗലോസുമൊത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
ഞാൻ വന്ന വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് പോലെ തോന്നുന്നു, നീ ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞ് കീ ആകട്ടെ പൗലോസിന്റെ കൈ കൊടുക്കുന്നു. എങ്ങാണ്ടൊന്നോ സ്റ്റാൻഡിൽ വിളിച്ചോണ്ട് വന്നവള് വീട്ടിനകത്ത് തന്നെ ഉണ്ടോന്നാണ് പൗലോസിനോട് ഇപ്പൊ ചോദിക്കുന്നത്. അവള് വീട്ടിനകത്ത് തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ലെന്ന് ആന്റപ്പനും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇന്ന് തന്നെ അവളെ പിടിച്ച് പുറത്താക്കാന്ന് പറഞ്ഞാണ് അവതക്കുട്ടി അകത്തേക്ക് പോകുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പൗലോസും ആന്റപ്പനും ആകട്ടെ വല്ലതും നടക്കോ അതോ അവതക്കുട്ടി ചായനെ അവിടെ പിടിച്ച് പുറത്താക്കോ, വരാനിരിക്കുന്ന കാര്യങ്ങള് നമുക്ക് നോക്കി കാണാമെന്ന് പറഞ്ഞ് അവരവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ അവതക്കുട്ടിയാകട്ടെ നേരെ സ്റ്റാൻലിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. സ്റ്റാൻലി അയാളെ കണ്ടപാടെ സൽക്കരിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലിയോട് ആകെ ദേഷ്യത്തിലാണ് അവതക്കുട്ടി. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്നും അവിടെ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതിനുശേഷം സ്റ്റാൻലി ആകട്ടെ നിർബന്ധിച്ച് ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ച് അവതക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എവിടെ നീ വിളിച്ചോണ്ട് വന്നവൾ എവിടെ? അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനാണ് അവതക്കുട്ടി ആവശ്യപ്പെടുന്നത്. അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. പ്രത്യേകിച്ച് മദ്യവും പുകവലിയൊക്കെ ഉള്ള റൂമിലേക്ക് അവളെ കയറത്ത് കൂടിയില്ലെന്നാണ് സ്റ്റാൻലി പറയുന്നത്. ഇത് കേൾക്കുന്ന അവതക്കുട്ടി, അങ്ങനൊക്കെ നീ എന്തിനാ ശീലിപ്പിക്കാൻ പോയത്? ഇതിപ്പോ അവൾ ഇവിടെ വെച്ച് താമസിക്കുകയാണെങ്കിൽ എത്ര പേരോട് സമാധാനം പറയേണ്ടി വരും? പോരാത്തിന് നിന്നെ എന്നെ അറിയുന്ന എത്ര ആളുകളുണ്ട്, അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? ഏറ്റവും നല്ലത് നീ അവളെ പോകുമ്പോ എൻ്റെ കൂടെ അയക്കുന്നതാ. അതാവുമ്പോ എൻ്റെ പെങ്ങളുടെ കൊച്ചുമകളാന്നോ അതുമല്ലെങ്കിൽ ചിന്നമ്മയുടെ അനിയത്തിയുടെ ചെറുമകളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെക്കാമല്ലോ. ഇതിപ്പോ ഇവിടെ ആവുമ്പോ ഒന്നും മേലാത്ത അവസ്ഥയല്ലേ? എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സ്റ്റാൻലി, അങ്ങനെ വല്ലയിടത്തേക്കും പറഞ്ഞയക്കാനാണെങ്കിൽ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. 23 വർഷത്തോളം അനാഥയായി ജീവിച്ചതല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടണ്ടേ? ഇത്രയും കാലം ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആ അനാഥാലയത്തിൽ കഴിഞ്ഞവൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടണ്ടേ? അവള് അത്രയെങ്കിലും അർഹിക്കുന്നില്ലേ എന്നാണ് സ്റ്റാൻലി അപ്പച്ചനോടെ ചോദിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന അവതക്കുട്ടി, നിന്റെ സ്വന്തം മക്കൾക്ക് പോലും നീ കൊടുക്കാത്ത അംഗീകാരമൊന്നും അവൾക്ക് നീ കൊടുക്കേണ്ടതില്ല. പോരാത്തതിന് നിന്റെ കൂടെ തനിയെ അവളിവിടെ കഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര പേരോടാണ് ഉത്തരം പറയേണ്ടത്? അവളെ എന്നോടൊപ്പം പറഞ്ഞയക്കാനായിട്ട് അവതക്കുട്ടി വീണ്ടും നിർബന്ധിക്കുന്നു. എന്നാൽ സ്റ്റാൻലി അതിനൊന്നും കൂട്ടാക്കുന്നില്ല. അവതക്കുട്ടി ഇപ്പൊ മറ്റൊരു വഴി പറയുന്നു. പൈസ കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ ആരാ അതിന് മടിക്കാത്തത്? അവൾക്ക് വേണ്ടത് എന്താണോ അത് കൊടുത്ത് മടക്കി അയക്കാന്ന് പറ. അങ്ങനെ ആവുമ്പോ അവളെ തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പൊക്കോളുമല്ലോ. ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് തന്നെ അവതക്കുട്ടി ഉറപ്പിച്ചു പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.